സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്, നമ്മൾ ഇന്നലത്തെ വീഡിയോ പറഞ്ഞാൽ ഗൈസ്, നമ്മുടെ ഗീവ് അവേ കാറ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കിടപ്പുണ്ട്. അത് എന്തോ ജസ്റ്റ് ചെറിയ എന്തോ പ്രശ്നം പറ്റിയെന്നൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ബ്രേക്ക് ജാമാവുമെന്നോ സ്റ്റാർട്ടിങ് മടിയൊക്കെ ഇടയ്ക്കുണ്ടെന്നൊക്കെ അവൻ ഇങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞ്. അപ്പം നമ്മൾ സബ്സ്ക്രൈബറിന് കൊടുക്കുന്ന വണ്ടി ആയതുകൊണ്ട് നമ്മളൊന്ന് ചെന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ അവൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മുടെ കൂടെ വരാൻ ആരും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഓരോ തിരക്കിലാണ്. നമ്മൾ ആ പകുതിക്ക് വെച്ച് ബസ്സിൽ ഇറങ്ങിയിട്ട് നമ്മൾ അവൻ്റെ വീട്ടിലോട്ട് പോവാണ്. അവൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ് ഗൈസ്. എന്താണ്ട് ആ കാണുന്ന വീടാണ്. നമ്മൾ വണ്ടി എടുത്തില്ല കേട്ടോ. നമ്മൾ ബസ്സിനാണ് വന്നത്. നമുക്ക് ഈ വണ്ടിയും കൊണ്ട് വേണം നമ്മുടെ വീട്ടിലോട്ട് പോകാൻ. അപ്പം നമ്മൾ വേറെ വണ്ടി എടുത്തുകൊണ്ട് വന്നാൽ തിരിച്ച് കൊണ്ടുപോകാൻ ആളില്ല ഗൈസ്. അപ്പം നമ്മുടെ വണ്ടി ഇവിടെ എവിടെയോ കിടപ്പുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. ഇവിടെ അകത്താണോ, ഗ്യാരേജിനകത്താണോ? അവിടെ കയറ്റിടാൻ ചാൻസില്ല. വണ്ടി എവിടെ ഗൈസ്? ഗൈസ് ദേണ്ട കിടക്കുന്ന വണ്ടി. കണ്ട് ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത് ഗൈസ്. ദേണ്ട കിടക്കും. അമ്മേ പട്ടി ഗൈസ്. ഞാൻ മിക്കവാറും പെട്ടു. ഈ പട്ടി നിൽക്കുന്ന കണ്ടിട്ട് അത്ര ശരിയല്ല ഗൈസ്. എനിക്ക് ഈ വണ്ടി എങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും തോന്നുന്നില്ല. കാരണം ഇപ്പം ഞാൻ പട്ടി അടിച്ച് ആശുപത്രിയിൽ പോകേണ്ടി വരും. എന്തോ എൻ്റെ അടുത്തോട്ട് വരുന്നത് ഗൈസ്. ഇതെൻ്റെ അടുത്തോട്ട് വരുവാണ് കേട്ടോ. എന്നാലും ചെറുക്കൻ കടിക്കത്തൊന്നുമില്ലെന്ന് തോന്നുന്നു. ചെറുക്കനാണോ പെണ്ണാണെന്ന് ആർക്കറിയാം. കടിക്കത്തൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പാവാന്നാണ് ഗൈസ് തോന്നുന്നത്. കണ്ടിട്ടൊരു വാലൊക്കെ ആട്ടി വരുന്നുണ്ട്. പട്ടി വാലാട്ടുന്നത് കടിക്കാനല്ലെന്നൊക്കെയാണല്ലോ പറയുന്നത്. എന്താണല്ലോ അവനവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ വണ്ടിയുടെ വിശേഷത്തിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ വണ്ടി പുറകിൽ കൊണ്ട് ഇട്ടേക്കുവാണ് അവൻ. വണ്ടി ഒത്തിരി പൊടിയൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി പുറകിൽ കൊണ്ട് ഇട്ടതാണ്. വണ്ടിയിൽ പൊടിയൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് എന്തോ ബ്രേക്ക് ജാമാവോ സ്റ്റാർട്ടിങ് മടിയോ എന്തൊക്കെയോ ഉണ്ടെന്നാണ് വിളിച്ചപ്പോൾ പറഞ്ഞത്. അവനിവിടെ ഇല്ല കേട്ടോ. അവനും ഇവിടെ ഇല്ല. വണ്ടി നമ്മൾ എടുത്തുകൊണ്ട് പോവാണ്. പുള്ളി വിളിച്ച് പറഞ്ഞായിരുന്നു വണ്ടി എടുത്തോളാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നമ്മളെന്നും പോകുന്നൊരു ഗ്യാരേജ് ഉണ്ട് ഗൈസ്. നമ്മുടെ സിറ്റി 1 സിറ്റി 1 ആണോ സിറ്റി 2 ആണോ? സിറ്റിയിലാണ് ഗൈസ്. കറക്റ്റ് എനിക്കറിയത്തില്ല. സിറ്റിയിലാണ് നമ്മൾ കഴിഞ്ഞ തവണ പോയത്, അവിടെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ അങ്ങോട്ട് പോകണം. അവിടെ ചെന്നിട്ട് നമുക്ക് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് അവരോട് ചോദിച്ച് നോക്കണം. അപ്പം നമുക്കിവിടെ നിന്ന് ഈ വണ്ടി എടുത്ത് പോകാം ഗൈസ് പയ്യെ. അപ്പം ഈ പട്ടി ഇവിടെ നിൽക്കുന്ന കാരണം വണ്ടി എടുക്കാൻ ഇച്ചിരി പാടാണ്. റിവേഴ്സ് എടുത്തിട്ട് പോകാം. എന്തായാലും അവനവിടെ നിൽക്കട്ടെ. അത് മാറുന്ന ലക്ഷണമൊന്നുമില്ല. ഞാൻ ഡിമ്മൊക്കെ അടിച്ച് നോക്കി, ചെറുക്കൻ മാറത്തില്ല കേട്ടോ. നമുക്കെന്താണേലും റിവേഴ്സ് എടുത്ത് പോകാം, അല്ലെങ്കിൽ നമ്മളുടെ പോക്കൊന്നും നടക്കില്ല. റിവേഴ്സ് എടുക്കാം ഗൈസ്. ബൈക്കിൽ വലിയ സീനൊന്നുമില്ല. റിവേഴ്സ് എടുത്ത് പോകാം ഗൈസ്. തട്ടിയിട്ടില്ല. തട്ടിയിട്ടൊന്നുമില്ല. ഇതിനിടയ്ക്കൊന്ന് ഇറക്കാൻ ഇച്ചിരി സീനാണ് ഗൈസ്. കാരണം നമ്മുടെ വണ്ടി ഗൈസ്, ഈ വണ്ടി ഞാനങ്ങനെ എടുക്കാറില്ലായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു ഗീവ് അവേ കൊടുക്കുന്ന കാറായതുകൊണ്ട്, സബ്സ്ക്രൈബറിന് കൊടുക്കേണ്ട കാറാണല്ലോ. അപ്പം നമ്മളത് അങ്ങനെ ഞാൻ അങ്ങ് ഓടിച്ചിട്ടില്ല. പിന്നെ എൻ്റെ അവിടെ ഗ്യാരേജ് സ്ഥലമില്ലാഞ്ഞുകൊണ്ടാണ് ആ വണ്ടി ഇവനെ കൊടുത്തയച്ചത് കേട്ടോ. അന്നേരം ഇവന് ഇവിടെ കൊണ്ട് ഇട്ടോളാന്ന് പറഞ്ഞു. ഇവിടെ ഇടയുണ്ട് മുറ്റത്ത്. നമുക്കിവിടെ ഇടയില്ല ഗൈസ്, ഒത്തിരി ഇടയില്ല. നമുക്ക് വീട് കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഒത്തിരി ഇടയൊന്നുമില്ല നമ്മുടെ വീട്ടിൽ. അത് മാത്രമല്ല, നമ്മുടെ വീട് ഫുള്ള് ഒരു കട്ടിങ്ങാണ് അവിടെ ഇവിടെയെല്ലാം. അപ്പോൾ നമ്മുടെ ഈ ലോയേഡ് വണ്ടിയൊന്നും അവിടെ കയറത്തില്ല. അതാണ് വേറൊരു സീൻ. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് കാണാം ഗൈസ് ബാക്കി. ഗൈസ് അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുണ്ട്. സിറ്റി 1 തോന്നുന്നു ഗൈസ്. സിറ്റി 1 സിറ്റി 2 ആണെന്ന് കറക്റ്റ് എനിക്കറിയത്തില്ല ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട്. എന്താ പറയുക, വണ്ടി നേരെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ് ഗൈസ്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നറിയത്തില്ല. കണ്ടില്ലേ, മീറ്ററൊക്കെ കണ്ടില്ലേ, സെറ്റാണ്. അടിപൊളിയാണ് ഗൈസ്. വണ്ടി ഓവറോൾ നോക്കുവാണെങ്കിൽ കിട്ടുന്നവൻ ഏകദേശം ഭാഗ്യവാനായിരിക്കും. കാരണം ഇത് ഫുൾ ബ്ലാക്ക് ആക്കുവാണെങ്കിൽ അടിപൊളിയാണ് ഗൈസ് വണ്ടി. ഗൈസ് അപ്പം നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്താണേലും വണ്ടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. ഒത്തിരി വണ്ടിയൊന്നും ഇല്ല.
3 വണ്ടിയും കണ്ടേ ഉള്ളൂ. നമുക്ക് നേരെ അങ്ങോട്ട് കയറ്റിയിടാം. ഓ ഗായ്സ്, അകത്താന്ന് തോന്നുന്നു, അകത്തോട്ടാന്ന് തോന്നുന്നു കേട്ടോ കൊണ്ടുപോകുന്നത്. അകത്തോട്ടായിരിക്കും. ഗൈസ്, നമുക്കിവിടെ വണ്ടി ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് മാറിയല്ലോ നിൽക്കാം, അവർ കൊണ്ടുപോയിക്കോളും ഗൈസ്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം കേട്ടോ, നമുക്ക് അങ്ങോട്ട് വല്ലതും പോവാം. ഇവർ വണ്ടീനെ കൊണ്ടുപോയിക്കോളും. ഇവർ വണ്ടി കൊണ്ട് എന്താണെന്ന് വെച്ചാൽ വർക്കും കഴിഞ്ഞ് കൊണ്ട് വെളിയിട്ട് തരും നമുക്ക്. പിന്നെ ഇത് ഗൈസ്, നമ്മൾ വന്ന സ്റ്റോപ്പ് ഇതാണ് കേട്ടോ, നമ്മളെ കാർ മെക്കാനിക് എന്നും വരുന്നിടം ഗൈസ്. അപ്പം അവർ വണ്ടിയും കൊണ്ട് പോയിട്ടുണ്ട്. അപ്പം അവരിനി എല്ലാം കഴിഞ്ഞ് കൊണ്ടുവരും ഗൈസ്. അപ്പോൾ വണ്ടി കൊണ്ടുവന്നിട്ട് ബാക്കി വിശേഷം കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ എന്തേ നമ്മുടെ ചെറുക്കൻ ഇറങ്ങി വരുന്നുണ്ട്. ദേ നോക്കിക്കുക എന്നാ ലുക്കാന്ന് കണ്ടില്ലേ ഗൈസ്. ഫുൾ ബ്ലാക്ക് ആക്കുവാണെങ്കിൽ വണ്ടി അടിപൊളിയാണ് ഗൈസ്. ആ ലിപ്പ് അങ്ങ് എടുത്ത് മാറ്റിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. ആ ലിപ്പ് എൻ്റെ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് മാറ്റുവാണ്. നിങ്ങളെ കിട്ടുമ്പോഴത്തേക്കും ഞാൻ ഫുൾ കിറ്റ് ചെയ്ത് തരാം. നിങ്ങളത് എന്താണെന്ന് വെച്ചാൽ മാറ്റുമോ വെക്കുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, എനിക്കൊരു സീനുമില്ല. ഇതിപ്പം ഞാൻ ഈ ലിപ്പ് അങ്ങ് മാറ്റുവാണ്, കാരണം ലിപ്പ് കാണുമ്പോൾ ഒരു സുഖമില്ല ഗൈസ്. വേറെ ലിപ്പ് വല്ലതും കയറ്റാൻ നോക്കാം. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് ആർക്കാണ് ഈ വണ്ടി കിട്ടുന്നത് നേരത്തേക്ക് അത് നിങ്ങൾ മാറ്റുവാണെങ്കിൽ മാറ്റിക്കോ, സീനുമില്ല. ഫോക്സി ഗെയിമർ സ്റ്റിക്കറൊക്കെ മാറും ഉറപ്പായിട്ടും. സോ ഗൈസ്, അപ്പം നമ്മൾ നേരെ ഈ വണ്ടിയും കൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. നമ്മുടെ വീട്ടിലോട്ടാണ് കേട്ടോ ഇനി കൊണ്ടുവന്ന വണ്ടി. അപ്പോൾ നമുക്കിനി പയ്യെ വണ്ടിയിലോട്ട് കയറാം ഗൈസ്. ഈ വീട്ടിൽ ചെന്നിട്ട് ബാക്കി ഇത് കാണാം കേട്ടോ. നമുക്കിനി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ശരിയാകുകയില്ല, അവനവിടെ ഇല്ലല്ലോ. അപ്പം നമുക്ക് നേരെ വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. വണ്ടിയും കൊണ്ട് നേരെ ഇനി വീട്ടിലോട്ട് പോവാം കേട്ടോ. നമുക്ക് നേരെ പോവാം. ഇനി ഇവിടെ ജസ്റ്റ് ഇടയ്ക്കൊന്ന് കാപ്പി കുടിക്കാനൊക്കെ ഇറങ്ങണം ഗൈസ്. ഞാൻ ഒന്നും രാവിലെ കഴിച്ചില്ലായിരുന്നു, അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് പോയാലോന്ന് ആലോചിക്കാം. വീട്ടിലൊന്നുമില്ല, ആരില്ലല്ലോ അവിടെ. അപ്പോൾ ഗൈസ് വീട്ടിലെത്തിയിട്ട് കാണാം. ബൈ ഗൈസ്. നമുക്ക് വീട്ടിലോട്ട് പോകാനുള്ള മാപ്പ് ഇടണം. മാപ്പിട്ടാലേ പോയാണ്ട് പോകും. മാപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വീട്ടിലോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ പയ്യെ പോവാണ്. കണ്ടില്ലേ ഗൈസ്, പയ്യെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ ഒരു M4-ൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് ഗൈസ്, ബാക്കിൽ നോക്കുമ്പോൾ ഇടയ്ക്ക് ഗൈസ്. അപ്പോൾ നമുക്ക് വണ്ടി ഗ്യാരേജിൽ കയറ്റാൻ പറ്റില്ല. ഗ്യാരേജിൽ നമ്മുടെ LC കിടപ്പുണ്ട്. ഇന്നലെ വീഡിയോ കണ്ടവർക്ക് അറിയാം, നമ്മുടെ LC അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇവിടെ എന്താ കാണിച്ചാലും അടി തട്ടും, വേറെ നിവൃത്തിയില്ല ഗൈസ്. നമുക്കിവിടെ എന്തെങ്കിലും ഒന്ന് പണിഞ്ഞാലോ എന്നൊരിതുണ്ട്. നമുക്ക് ആദ്യം വീട്ടിൽ ഗൈസ് അത് സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്ന വണ്ടി ആയതുകൊണ്ട് ഈ മഞ്ഞൊന്നും വീഴായിരിക്കും. ഞാൻ ആലോചിക്കുമായിരുന്നു അകത്തോട്ട് കയറ്റിയിട്ടാലോ എന്ന്. അകത്ത് അത്യാവശ്യം ഇടയുണ്ടല്ലോ, അപ്പോൾ അകത്തോട്ട് കയറ്റിയിട്ടാലോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു. കയറുമോ എന്ന് നോക്കാം നമുക്ക്. അകത്ത് തന്നെയുള്ള ആ ഇത് TV യൂണിറ്റ് ഇരിക്കുന്ന കാരണം ഇച്ചിരി വള്ളിയാണ് ഗൈസ്, കയറിപ്പോവാൻ കയറാൻ പാടാന്ന് തോന്നുന്നു. നമുക്ക് പയ്യെ കയറ്റി നോക്കാം. ഇപ്പോൾ 4 സൈഡും ഗ്രീൻ ലൈറ്റ് കത്തിക്കിടക്കുവാണ്. ആണ്ടെ യെല്ലോ, റെഡ് കത്തി, പക്ഷെ തട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇത് വണ്ടി തിരിച്ചു വന്നില്ല, ഇതാണ് തട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് എന്താണേലും ഇതിനിടയ്ക്ക് കൂടെ കുത്തി കയറ്റാൻ നോക്കാം. നടക്കത്തില്ല ഗൈസ്, ഇതിനിടയ്ക്ക് ഇടാൻ പറ്റത്തില്ല. കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാപ്പി കുടിക്കാൻ പറഞ്ഞാൽ തന്നെ വണ്ടി ഇവിടെ കിടക്കുന്ന കാരണം ഭയങ്കര ബുദ്ധിമുട്ടാവും. നമുക്കപ്പോൾ വെളിയിൽ തന്നെ ഇടാം, വേറെ നിവൃത്തിയൊന്നുമില്ല. മഞ്ഞ് വീഴുകയാണ്. നമുക്കൊരു കാറേ ഇടുന്നൊരു ഇത് എന്താണ് ഗൈസ്, കവറോ എന്തോ ഒരു സാധനമുണ്ട് ബൈക്കിലും കാറിലും ഒക്കെ ഇടുന്നത്, എന്തോ ഒരു പടുത പോലത്തെ. അപ്പം നമുക്ക് അതൊരെണ്ണം മേടിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കും കേട്ടോ, അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. നമ്മുടെ ഇത് ഗ്യാരേജിനകത്താണേലും നമ്മുടെ വണ്ടി കിടപ്പുണ്ട്, LC കിടപ്പുണ്ട്. LC ഇച്ചിരി പണിയാണ്. പണിയില്ലായിരുന്നെങ്കിൽ ആ സാധനമൊക്കെ അവിടെ വെച്ചേക്കുവാണ് കേട്ടോ. അതായത് കുറച്ച് സ്പേസ് കൂടെ ഉണ്ടായിരുന്നു ഗൈസ് ഗ്യാരേജിൽ. പക്ഷേ ഈ LCയുടെ വീലും മറ്റേ ഗൈസ് ഫുഡ് ഒക്കെ ബോണറ്റൊക്കെ ഊരി വെച്ചേക്കുവാണ്. അപ്പോൾ ബോണറ്റയിലൊക്കെ ഇച്ചിരി ടിൻറ്റും കാര്യങ്ങളൊക്കെ അടിക്കണമെന്നൊക്കെ ഉണ്ട്. ടിൻറ്റല്ല ഗൈസ്, പിന്നെ കാർബൺ ഫൈബറൊക്കെ അടിക്കണമെന്നുണ്ട്. ടിൻറ്റല്ല, സോറി കേട്ടോ, മാർബി.
ഗൈസ് അപ്പോൾ കാർബൺ ഫൈബർ ഒക്കെ അടിക്കുന്നുണ്ട് പ്ലാനുണ്ട്. അപ്പം നമ്മൾ ഉടനെ അതൊക്കെ ചെയ്യും. പിന്നെ നമ്മുടെ LCയുടെ കളർ ഒന്ന് മാറ്റണം ഗൈസ്. ഏത് കളർ വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ അങ്ങോട്ട് നോക്കിയിട്ടൊന്നും ശരിയാകുന്നില്ല ഗൈസ്. ഏതെങ്കിലും കളർ നിങ്ങൾക്ക് സജഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ സജഷൻ ചെയ്യും. നമ്മളപ്പം വണ്ടി ഇവിടെ ഇട്ടേക്കുവാണ്. ഇനിയൊരു കവർ വല്ലതും മേടിക്കണം ഗൈസ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ കിടന്നു പോകാൻ കാരണം ഇത്ര നാളായിട്ട് 83 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾ വേഗം 100 സബ് ആക്കുവാണെങ്കിൽ നമുക്ക് ഈ വണ്ടി അന്ന് തന്നെ ഗിവ് അവേ നടത്തും. ഒരു ഇതുവഴിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ ആ റീലിന് കമൻസ് ഒന്നും ഇല്ല. അപ്പോൾ ഒരു 1-2 കമൻസ് എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ ഈ വണ്ടി വേണ്ട ആരാണോ അവരൊക്കെ ആ റീലിന് കമൻറ്റ് ഇടുക. എന്നാലേ നമുക്ക് കമൻറ്റ് പിക്കപ്പ് വഴി സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബൈ ഗൈസ്. എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ബൈ.